മോള് ഉണർന്നോ? ഞാൻ ഉണർന്നിട്ട് കൊറേ നേരമായല്ലോ. എന്നിട്ട് എന്താ മോള് അമ്മയെ വിളിക്കാത്തെ? നഴ്സിനോട് പറഞ്ഞാ മതിയായിരുന്നല്ലോ. ഒറ്റയ്ക്ക് ഇവിടെ കിടക്കാൻ മോക്ക് പേടി തോന്നിയില്ലേ? അതിന് ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. കുഞ്ഞമ്മ കൂട്ടിനുണ്ടായിരുന്നോ? ഉം. പിന്നാരാ? മൂന്നിനങ്ങളാണോ? അല്ല, പിന്നാരാ? ജികെ. ജിക്ക് ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഞാൻ എഴുന്നേറ്റ ഉടനെ അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് പേടിച്ചപ്പോ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് ജിക്കെയാ പറഞ്ഞത്. ഞങ്ങള് കൊറേ നേരം ഇവിടെ നിന്ന് സംസാരിച്ചു. അമ്മ വരുന്നതിന് തൊട്ടു മുമ്പ് ഞാനൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴായിരിക്കും ജിക്കെ പോയത്. എന്നാലും ആരായി ജിക്കെ? മോളെ ഇതിനകത്ത് വന്ന് കാണാൻ മാത്രം എന്ത് ബന്ധോ അയാൾക്ക് ഇവളോടുള്ളത്? മാത്രമല്ല, മോളിവിടെ അഡ്മിറ്റ് ആയത് അയാൾ എങ്ങനെ അറിഞ്ഞത്? അയാളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അയാൾ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികം നേരമായിട്ടില്ല. അയാൾ ഇവിടെ തന്നെ ഉണ്ടാവും. മോളെ, ജിക്കെ കണ്ടാലേ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് പറയാമോ? ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താന്ന് കരുതിയതാ. സാരമില്ല, അതിന് ഇനി അവസരം ഉണ്ടാവുമല്ലോ. മാത്രല്ല, അമ്മ പോലീസല്ലേ. ജിക്കെ കണ്ടുപിടിക്കണോന്ന് അമ്മ തീരുമാനിച്ചല്ലേ അതിനധികം സമയമൊന്നും എടുക്കില്ല. അമ്മ ജിക്കെ അറസ്റ്റ് ചെയ്യാനാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഏയ്, ജിക്കെ മോളുടെ ഫ്രണ്ട് അല്ലേ. മോളുടെ ഫ്രണ്ടിനെ അമ്മ അറസ്റ്റ് ചെയ്യോ? അമ്മ വെറുതെ ജിക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. ജിക്കെ നല്ല ആളാമ്മേ. അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. ആഹാ, അമ്മുക്കുട്ടി ഉണർന്നോ? മോള് തിരക്കിലാണോ? അല്ല, എന്തു ചേച്ചി? ഒന്നുമില്ല, നീ കുറച്ചു നേരം മോളുടെ കൂടെ ഇരിക്ക. അമ്മ ഇപ്പൊ വരാട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അതെ, എനിക്ക് വിശക്കുന്നുണ്ട് കുഞ്ഞമ്മേ. ഓച്ചടാ, അമ്മുക്കുട്ടിക്ക് വിശക്കുന്നുണ്ടോ? എന്താ കഴിക്കാൻ വേണ്ടത്? ഐസ്ക്രീം. രോഗികൾക്ക് ഐസ്ക്രീം കൊടുക്കാൻ പാടില്ല എന്ന റൂള്. എന്നാലും മോക്ക് വേണ്ടി ആ റൂളങ്ങ് മറക്കാം. നമുക്കേ ഐസ്ക്രീം കഴിക്കാം.